മാർച്ച് 6-നായിരുന്നു ഇച്ചായൻ്റെ ബർത്ത്ഡേ. ചില സാങ്കേതിക വ്യക്തിഗത കാരണങ്ങളാൽ അന്ന് എടുത്തു വെച്ച വീഡിയോസ് ഒന്നും ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഗൈസ്. സോറി ഗൈസ്, ഇത് ഇത്തിരി ലേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് ആദ്യമേ പറയാലോ ഗൈസ്, ഡേറ്റ് കഴിഞ്ഞു പോയ ബർത്ത്ഡേ വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ആരും വിഷ് ചെയ്യല്ലേ. അപ്പോൾ ഇച്ചായൻ രാത്രി ഹാർബറിൽ പോയേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ വരുമ്പോൾ സർപ്രൈസ് കാണാൻ വേണ്ടിയിട്ട് തലേ ദിവസം ബലൂൺസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനിയനും അനിയത്തിയും കൊച്ചൊക്കെ UK പോയതിനു ശേഷം നമ്മൾ ബർത്ത്ഡേസ് ഒന്നും അങ്ങനെ ആഘോഷിക്കാറില്ല. ഇപ്പം അവർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചച്ചു ബലൂൺസ് ഒക്കെ വീർപ്പിച്ച് അവിടെ ഇട്ടു. പിന്നെ എഡു അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ആർച്ചിൻ്റെ ഒരു പകുതി വരെ ഷേപ്പിലാണ് എഡു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഡു ആണ് കേട്ടോ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ഹാങ് ചെയ്യാനുള്ളത് എഡു പറൂര് പോയപ്പോൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈയിടെ കല്യാണം കഴിഞ്ഞ ഞങ്ങളുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, അമൽ ആഗ്ന, നമ്മുടെ അനിയനാണ് കേട്ടോ. അപ്പോൾ അവരെയും കൂടി ക്ഷണിച്ചിട്ടുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായില്ല. എഡുവൊക്കെ വരുമ്പോൾ ക്ഷണിക്കാം എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എഡുവും എൽസയും കൂടി പറൂര് പോയപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അപ്പോൾ ആ പ്രാർത്ഥന വായിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇച്ചായൻ. സന്തോഷകരമായ ഓർമ്മകളായും സംഭവിച്ച പരാജയങ്ങൾ എൻ്റെ അങ്ങനെ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് കേക്കുമ്മേലുള്ള തിരി കത്തിക്കുന്നതിൻ്റെ ഉള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. അപ്പോൾ തിരിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. പിന്നെ ഇങ്ങനെ വന്ന് ഇച്ചാനെ ഒന്ന് വിളിച്ച് നിർത്തിയതാ ബർത്ത്ഡേ ബോയിനെ ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ, ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എഡു വന്നിട്ട് തിരി കത്തിക്കാൻ പോവാണ്. പാർട്ടി പോപ്പർ അമല് പൊട്ടിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ എഡു തിരിയൊക്കെ സെറ്റ് ചെയ്ത് കത്തിക്കാൻ പോവാണ് കേട്ടോ. നമ്മളപ്പോൾ 2-3 കുഞ്ഞി തിരികളും പിന്നെ 2 അറ്റത്ത് ഇങ്ങനെ മേശപ്പൂ പോലെ കത്തില്ലേ, അങ്ങനത്തെ തിരികളാണ് വാങ്ങിച്ചിരുന്നത്. Happy birthday to you, happy birthday to you, happy birthday, happy birthday, happy birthday to you. അപ്പക്ക് വെച്ച് കൊടുക്കട്ടാ. ഇനി പൊട്ടൂല തീർന്നു. അപ്പൊ വായിൽ വെച്ച് തരും. വെള്ളിയപ്പച്ച കൊടുക്ക്. വാ ചച്ചു വാ. തിരിയൂതില്ലേ വെളിച്ചം ഭാര്യ തല്ലി കിടത്തി. ആകട്ടെ അതാണ് ടൈമിലല്ലായിരിക്കും. അരിമ്പലെടുത്തില്ലേ ചെല്ലു. അവൻ കുറച്ച് കൂടുതൽ ഓർത്തേക്ക് അത് പല്ലുമ്മ കാട്ടെ എന്റെ എന്നിട്ട് അവള് ചിരിച്ചാ മതി. സന്തോഷ ജന്മദിനം. എൽസവാ അങ്ങനെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ തക്കട് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൈ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് വെള്ളയപ്പം, ബ്രെഡ്, സ്റ്റൂ, ചിക്കൻ, ബീഫ്, തെരണ്ടി, ഞണ്ട്, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ.
കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ എഡുവും അമലും എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്നതും സംസാരിക്കുന്നതൊക്കെ. പിന്നെ അമലിന് പിറ്റേ ദിവസം രാവിലെ നേരത്തെ പോണതുകൊണ്ട് അമലും ആഗ്നയും വേഗം പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ അമലും ആഗ്നയും പോവുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ബർത്ത്ഡേ കഴിഞ്ഞു പോയതാണ്, ആരും വിഷ് ചെയ്യില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.